അതായത് സൂര്യനും ചന്ദ്രനും പ്രകാശഗ്രഹങ്ങൾ അഥവാ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവരാണ് എന്നും പിന്നെയുള്ള പഞ്ചപതി താരാഗ്രഹമാണ്, 5 പേരും താരാഗ്രഹങ്ങളാണ് എന്നാണ്. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴൻ, ശുക്രൻ, ശനി. ബാക്കിയുള്ളവര് തമോഗ്രഹവും. അവസാനത്തെ 2 പേര് തമോഗ്രഹങ്ങളാണ് എന്നും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, രാഹുവും കേതു. ഈ നവഗ്രഹങ്ങളെ കൂടാതെ ഗുളികനെയും ജ്യോതിഷത്തിൽ ചിന്തിക്കാറുണ്ട്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഗുളികന്റെ പ്രാധാന്യവും മറ്റുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയല്ലോ. അടുത്ത ക്ലാസ്സിൽ നവഗ്രഹങ്ങളിൽ ആദ്യം വരുന്നതായ സൂര്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ പ്രവീൺ നമ്പൂതിരി. വിവിധ തരത്തിലുള്ള കേരളീയ സമ്പ്രദായത്തിലുള്ള പൂജകളെ പറ്റിയും പൂജകളെ പറ്റിയും മറ്റു ക്ഷേത്ര കാര്യങ്ങളെ പറ്റിയും ക്ഷേത്രം ഘടനയെ പറ്റിയും അനുഷ്ഠാനങ്ങളെ പറ്റിയും ഉള്ളതിന്റെ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിലേക്ക്. നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം. നമ്മൾ ജ്യോതിഷത്തെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയില് നമ്മൾ ലഗ്നത്തെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ലഗ്നത്തെ കുറിച്ച് ഇതിനോടകം 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷമോ ഇത് കാണുന്നതിന് മുമ്പോ ആ വീഡിയോ കണ്ട് ലഗ്നത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വളരെ ലളിതമായാണ് വീഡിയോകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ജ്യോതിഷത്തെ കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരാൾക്കും വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നതിന് വളരെ ലളിതമായിട്ടാണ് വീഡിയോകൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് വിഷയത്തിലേക്ക് വീഡിയോ തുടങ്ങി വരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ലഗ്നത്തെ കുറിച്ചാണ്. നമ്മുടെ ഭൂമിക്ക് ചുറ്റുമായി ഇരുപുറങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു സഞ്ചാര പാതയുണ്ട്. ഇത് സാങ്കല്പികമായ ഒരു സഞ്ചാര പാതയാണ്. ഈ ഒരു സഞ്ചാര പാതയെ ഒരു വൃത്തമായി സങ്കല്പിച്ചാൽ ഭൂമി അതിന്റെ കേന്ദ്ര ബിന്ദുവാണ്. വൃത്താകൃതിയിലുള്ള ഈ സഞ്ചാര പാതയെ കൃത്യം 12 ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗത്തെയാണ് രാശി എന്ന് പറയുന്നത്. അങ്ങനെ വിഭജിക്കപ്പെട്ട രാശികൾക്ക് മേടം മുതൽ മീനം വരെ 12 പേരുകൾ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രിയുള്ള ഈ ഒരു ചക്രം അല്ലെങ്കിൽ ഈ ഒരു വൃത്തത്തെ 12 ഭാഗങ്ങളാക്കുമ്പോൾ ഒരു ഭാഗം 30 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. സൂര്യൻ ഒരു വർഷം കൊണ്ട് രാശിചക്രത്തെ ഒരു തവണ വരം വയ്ക്കും. അതായത് സൂര്യൻ 12 രാശികളിലൂടെയും സഞ്ചരിക്കാൻ എടുക്കുന്നത് ഒരു വർഷമാണ്. 360 കൊണ്ട് രാശിചക്രം ഒരു വട്ടം വലം വയ്ക്കുന്ന സൂര്യൻ ഏകദേശം 30 ദിവസത്തോളം ഒരു രാശിയിൽ ഉണ്ടാകും. അങ്ങനെ ഒരു രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നതായ കാലത്തെയാണ് നമ്മൾ മലയാള മാസങ്ങളായി പറയുന്നത്. സൂര്യൻ മേടരാശി കടക്കാൻ എടുക്കുന്ന 31 ദിവസം മേടമാസവും അത് കഴിഞ്ഞ് 32-ാം ദിവസം സൂര്യൻ ഇടവൻ രാശിയിലേക്ക് കടക്കുന്നു. ഇടവൻ രാശിയിൽ ഏകദേശം 30 ദിവസത്തോളം സഞ്ചരിച്ച് മിഥുന രാശിയിലേക്ക് കടക്കുന്നു. ഇത്രയും കാലയളവ് നമ്മൾ ഇടവമാസം എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ രാശിയിലും സൂര്യൻ സ്ഥിതി ചെയ്യുന്ന ആ ഒരു കാലയളവ് നമ്മൾ ഓരോ മാസങ്ങളായി പറഞ്ഞു വരുന്നു. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്തിന് നമ്മൾ രവി സംക്രമം എന്ന് പറയും. 12 രവി സംക്രമമാണുള്ളത്. കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രവി സംക്രമം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. രവി സംക്രമത്തെ കുറിച്ച് വളരെ വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. ആ വീഡിയോകൾ കൂടി കണ്ടു മനസ്സിലാക്കുക. സൂര്യൻ ഏകദേശം 30 ദിവസം കൊണ്ട് ഒരു രാശി കടക്കുന്നതിനിടയിൽ രാശികൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്ര സമൂഹങ്ങളിലൂടെയും കടന്നുപോകും. ഇത്തരത്തിൽ അശ്വിനി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിലൂടെ കടന്നു പോകുന്ന സൂര്യന്റെ ആ ഒരു കാലഘട്ടത്തെയാണ് ഞാറ്റുവേലകൾ എന്ന് വിളിക്കുന്നത്. ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 14 ദിവസമാണ്. അത് ദൈർഘ്യമേറിയത് തിരുവാതിര ഞാറ്റുവേലയുമാണ്. ഞായർ എന്നാൽ സൂര്യനാണ്. സൂര്യന്റെ വേളയാണ് ഞാറ്റുവേല. ഞായർ വേള എന്ന പദമാണ് ഞാറ്റുവേലയായി പരിണമിക്കുന്നത്. ഞാറ്റുവേലയെ കുറിച്ച്
സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു കാര്യം നടക്കുമ്പോൾ സൂര്യൻ ഏത് രാശിക്ക് അഭിമുഖമായാണോ നിൽക്കുന്നത് ആ രാശിയാണ് ലഗ്നം എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഒരു സംഭവം നടക്കുമ്പോൾ കിഴക്ക് ഉദിച്ചുകൊണ്ടിരിക്കുന്ന രാശി ഏതാണോ അതിനെയാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത്. ജ്യോതിഷപ്രകാരമുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ഉദയം മുതൽ അടുത്ത ദിവസം ഉദയം വരെയുള്ള 24 മണിക്കൂർ നേരത്തെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഭൂമിയിൽ ഇരവും പകലും സംഭവിക്കുന്നത് ഭൂമിയുടെ ഭ്രമണം കൊണ്ടാണ്. ഇത്തരത്തിൽ ഒരിടത്ത് നിൽക്കുന്നതായ സൂര്യനെ ഭൂമി ചുറ്റുന്ന സന്ദർഭത്തിൽ ഭൂമി സ്വയം അതിന്റെ അച്ചുതണ്ടിൽ തിരിയുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഈ ഒരു ഭ്രമണത്തിനിടയ്ക്ക് സൂര്യൻ വിവിധ രാശികളിൽ ഉദയം ചെയ്യുന്നു. തരത്തിൽ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു സംഭവം നടക്കുമ്പോൾ സൂര്യൻ ഏത് രാശിയിലാണ്, അല്ലെങ്കിൽ സൂര്യന് അഭിമുഖമായി വരുന്ന രാശി ഏത്, അങ്ങനെയാണ് ലഗ്നം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ലഗ്നം കണക്കാക്കുന്നതിന് ഒന്നിലധികം വിദ്യകളുണ്ട്. അതിൽ ഒന്നാണ് ഉദയാൽഫലം അല്ലെങ്കിൽ അസ്തമയാൽഫലം ലഗ്നം കണക്കാക്കുന്ന രീതി. മറ്റൊരു രീതി ലഗ്നം ചിന്തിക്കേണ്ടതായ സ്ഥലത്തിന്റെ അക്ഷാംശവും രേഖാംശവും ഉപയോഗിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായി ലഗ്നം കാണുന്ന രീതി. ഇത് പലപ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്, സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ക് കൂട്ടുന്ന ഗണിക്കുന്ന ഒരു രീതിയാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ലഗ്നം കണ്ടെത്തുന്ന ഈ ഒരു രീതി ഉദയാൽഫലം അസ്തമയാൽഫലം ലഗ്നം കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മതയിലും കൃത്യതയിലും ലഗ്നം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയില് ഉദയാൽഫലം അല്ലെങ്കിൽ അസ്തമയാൽഫലം എങ്ങനെയാണ് ലഗ്നം കണ്ടെത്തുന്നത് എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ ഒരു പരമ്പരാഗത രീതി മനസ്സിലാക്കി വെച്ചിരുന്നാലും ലഗ്നം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ അത് ഗണിക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ മാത്രം ചെയ്യുന്നതാണ് ഉചിതം. കാരണം അവ കൂടുതൽ കാര്യക്ഷമമാണ്. നമ്മുടെ പരമ്പരാഗത രീതി ഉപയോഗിച്ച് ലഗ്നം കണക്കാക്കുമ്പോൾ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ ലഗ്നം കണക്കാക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു ദിവസം എന്ന് പറയുന്നത് 60 നാഴികയാണ്, അല്ലെങ്കിൽ 24 മണിക്കൂറാണ്. ഈ ഒരു ദിവസത്തെ 12 രാഷ്ട്രങ്ങളാക്കി